അങ്ങനെ നമ്മുടെ യൂട്യൂബിലെ ആദ്യത്തെ മൈൽ സ്റ്റോൺ ആയ 1K ഫാമിലി ആയിരിക്കുകയാണ് കേട്ടോ. അപ്പൊ എല്ലാരും എന്റെ ബർത്ത്ഡേ വ്ലോഗ് ഒക്കെ കണ്ടെന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു കേട്ടോ. കുഞ്ഞു പരിപാടിയായിരുന്നു, വലിയ ഇതൊന്നും ഇല്ലെങ്കിൽ നമ്മുടെ കുഞ്ഞൊരു പരിപാടിയായിരുന്നു. അപ്പൊ എന്തായാലും ഞങ്ങളുടെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്ന് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഞങ്ങള് ഓൾറെഡി കേക്ക് മേടിക്കാൻ നേരം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്താണ്, നമ്മൾ 1K ഫാമിലി കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. അതെ. അപ്പൊ 1K ഫാമിലി ആയ സമയത്ത് ഞങ്ങൾ ഇങ്ങനെ മനസ്സിലുണ്ടായിരുന്നു കേട്ടോ, നമുക്കൊരു കേക്ക് കട്ട് ചെയ്യണം. അപ്പൊ ഞാൻ എന്റെ ബർത്ത്ഡേക്ക് കേക്ക് മേടിച്ചപ്പോഴത്തേക്ക് ബൈ 1 get 1 കേക്കാണ് വാങ്ങിയത്. അപ്പൊ ഒരെണ്ണത്തിനകത്ത് എന്തായാലും നമുക്ക് യൂട്യൂബിന്റെ 1K സബ്സ്ക്രൈബേഴ്സ് എഴുതിയിട്ട് കട്ട് ചെയ്യാന്നൊക്കെ വിചാരിച്ചു. അതെ. അപ്പൊ നമ്മൾ അങ്ങനെ തന്നെ പ്ലാൻ ചെയ്തു. അപ്പം ഞങ്ങൾ അങ്ങനെ പോയി നമ്മുടെ യൂട്യൂബ് പോലെ തന്നെ ഷോപ്പ് ഡിസൈനൊക്കെ ഉള്ള കേക്ക് മേടിച്ചു. എനിക്ക് ഇതിനകത്ത് എഴുതിയിരിക്കുന്ന ആ ബ്ലൂ ലെറ്റേഴ്സ് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ബ്ലൂവിൽ എഴുതിയത് മാത്രമേ ഉള്ളൂ ഇഷ്ടപ്പെടാഞ്ഞല്ലേ. അതെ, പക്ഷെ കുഴപ്പമില്ല, ഓക്കെ. അപ്പം 1K ആയിരിക്കുകയാണ്. അപ്പൊ എല്ലാവർക്കും ഒരുപാട് താങ്ക് യു. അപ്പം നമ്മളിപ്പോ 1K ഫാമിലി ആയിരിക്കുകയാണ്. നമ്മുടെ ഫാമിലി ഇങ്ങനെ വളർന്നുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പൊ ഞങ്ങൾ ഈ കേക്ക് കട്ട് ചെയ്യട്ടെ. അപ്പൊ നിങ്ങളുടെ സപ്പോർട്ട് ഇനിയും പ്രതീക്ഷിച്ചുകൊണ്ട് ഞങ്ങൾ ഈ കേക്ക് കട്ട് ചെയ്യുന്നത്. നിങ്ങൾക്കുള്ളതാണ് ഈ കേക്ക്. അതെ. അപ്പൊ ഇനിയും തുടർന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ആദ്യം ഈ കേക്ക് നിങ്ങൾക്ക്, ഇനി ഇത് നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ കഴിക്കുകയാണ്. അതെ. ഇത് ഞങ്ങൾ ഒരുപാട് എന്താ പറയാ, നമ്മളൊരു ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടാണ് നമ്മൾ ഇവിടം വരെ എത്തിയത്. ഏകദേശം ഒരു വർഷം കഴിഞ്ഞു. 2 വർഷം എന്ന് വേണമെങ്കിൽ പറയാം. കാര്യം ആദ്യം ഒരു വീഡിയോ ഇട്ടതിനു ശേഷം പിന്നെ 1 വർഷം കഴിഞ്ഞാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. കാര്യം അതൊരു സ്റ്റാർട്ടിങ് ട്രബിൾ ഉണ്ടായിരുന്നില്ലേ, നമുക്ക് രണ്ടുപേർക്കും ഉണ്ടായിരുന്നു. അപ്പൊ അതിങ്ങനെ മാറി വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ 1 year ആയിട്ട് കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ വീഡിയോസ് ഒക്കെ അപ്ലോഡ് ചെയ്യാറുണ്ട്. നമുക്ക് പറ്റുന്ന രീതിയിലൊക്കെ ചെയ്യാറുണ്ട്. പല പരിമിതികളിൽ നിന്നിട്ട് നമ്മൾ പലതും ചെയ്യാറുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഞങ്ങളുടെ വീഡിയോസ് ഒക്കെ ഇഷ്ടപ്പെടുന്നു എന്നറിയുന്നതിൽ ഒരുപാട് എന്താ പറയാ, ഒരുപാട് താങ്ക് യു. അപ്പൊ തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ടും എല്ലാം ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലും നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. നമ്മൾ ഫേസ്ബുക്കിൽ ചാനൽ ഓപ്പൺ ആക്കിയിട്ടുണ്ട്, പക്ഷെ നമ്മൾ അധികം അതിനകത്ത് ആക്റ്റീവ് അല്ല. എങ്കിൽ പോലും സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. ഇൻസ്റ്റാഗ്രാമിന്റെ ID നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പൊ എന്താ പറയാ, ഇനിയിപ്പോ നമുക്ക് ഒരു ചെറിയ പരിപാടിയൊക്കെ ആയിട്ട് നമുക്ക് പുറത്തോട്ടൊന്ന് പോവാണ്. ഇവിടെ അമ്മയുടെ കുടുംബക്ഷേത്രത്തിൽ ഒരു ഉത്സവമൊക്കെയാണ്. അപ്പൊ അവിടെ ഒന്ന് പോകണം. ഭയങ്കര പരിപാടികളൊക്കെയാണെന്ന് പറയുന്നു. അപ്പൊ ജസ്റ്റ് നമുക്ക് അവിടെ ഒന്ന് പോയി കണ്ട് ഒക്കെങ്കിൽ കുറച്ച് വീഡിയോസ് ഒക്കെ എടുക്കാം. അപ്പൊ എന്തായാലും ഒരിക്കൽ കൂടി എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി. അതെ കേട്ടോ. എന്താ ബാക്കി പറയണ്ടെന്ന് അറിയത്തില്ല, അതുകൊണ്ടാണ്. അപ്പൊ എന്തായാലും താങ്ക് യു ഓൾ. ഇല്ലെങ്കിൽ ഞങ്ങളില്ല ഗൈസ്. കാര്യം വേറൊന്നുമല്ല, നമ്മൾ എത്ര ഇട്ടാലും നിങ്ങൾ തരുന്ന ഒരു സപ്പോർട്ട് കൊണ്ട് മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പം തുടർന്ന് സപ്പോർട്ട് ചെയ്യുക. ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും മറക്കലും, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കലുണ്ടോ. അപ്പൊ നമ്മൾ ഇപ്രാവശ്യം അത് 2ാമത്തെ കേക്ക് മേടിച്ചത് റെഡ് ബീ എന്ന് പറഞ്ഞിട്ടൊരു ഫ്ലേവർ ആട്ടോ മേടിച്ചത്. പക്ഷെ ഇത് നല്ല ടേസ്റ്റ് ഉണ്ട്. അതുപോലെ തന്നെ ഇതിന്റെ സ്പഞ്ച് നല്ല സോഫ്റ്റ് ആണ്. ചോക്ലേറ്റ്, അത് കഴിഞ്ഞ് ഇത് വരുന്നത് വാനില, അടിയില് റെഡ് വെൽവെറ്റ്. 3 ലെയർ ആയിട്ടാണ് വരുന്നത്. പക്ഷെ കൊള്ളാൻ കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ട്. എനിക്ക് ഇഷ്ടപ്പെട്ടു. നമ്മൾ ഇന്നലെ കട്ട് ചെയ്ത കേക്കിന്റെ സ്പഞ്ച് ഭയങ്കര ഇതായിരുന്നു. പക്ഷെ ഇത് കണ്ടോ, നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കുവാണ്. കൊള്ളാം, എനിക്ക് ഇഷ്ടപ്പെട്ടു. മറ്റേതിന്റെ എന്തോ പറ്റിയതാണ്, പക്ഷെ ഇത് സൂപ്പറാണ് കേട്ടോ. അപ്പൊ ഞങ്ങൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ.